നമ്മളിനി എടുക്കുന്നത് തേർഡ് മോഡ്യൂളിലെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനൊരു കോമ്പോസിഷൻ ഉണ്ട്. എസ്പെഷ്യലി ട്രോപ്പോസ്ഫിയറിനൊരു കോമ്പോസിഷൻ ഉണ്ട്. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ, അതിന് മുകളിലത്തെ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിനൊരു കോമ്പോസിഷൻ ഉണ്ട്. ട്രോപ്പോസ്ഫിയറിനകത്തെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഏതാ? നമുക്കറിയാം, അത് നൈട്രജൻ ആണ്. രണ്ടാമത്തത് ഓക്സിജൻ ആണെന്നറിയാം. സോ ഈ അറ്റ്മോസ്ഫിയറിനൊരു കോമ്പോസിഷൻ ഉണ്ട്. അപ്പം ഈ കോമ്പോസിഷൻ അല്ലാതെ ആവശ്യമില്ലാത്ത ഫോറിൻ സബ്സ്റ്റൻസ് എക്സസീവായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് എയർ പൊല്യൂഷൻ? അറ്റ്മോസ്ഫിയറിൽ ഡിസൈറബിൾ അല്ലാത്ത, അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫോറിൻ സബ്സ്റ്റൻസിനെ എക്സസീവ് ക്വാണ്ടിറ്റിയിൽ അറ്റ്മോസ്ഫിയർ എയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് എയറിനെ വളരെ മോശമായിട്ട് ബാധിക്കും. ഇറ്റ് അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് എയർ. ക്വാളിറ്റി ഓഫ് എയർ മോശമാക്കും. ഇതുകൊണ്ട് എന്നാ സംഭവിക്കും? ഹ്യൂമൻസിനും പ്ലാന്റ്സിനും അതുപോലെ ആനിമൽ ലൈഫ്സിനും ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. ക്വാളിറ്റി ഓഫ് എയറിനെ ബാധിച്ചു കഴിയുമ്പോൾ മനുഷ്യന് തന്നെ എന്നാക്കാൻ പറ്റും? പല ഡിസീസസ് വരും. പൾമണറി ഡിസീസ് വരും, കാർഡിയാക് ഡിസീസ് വരും, അങ്ങനെ പല ഡിസീസസ് വരും. അതുപോലെ പ്ലാന്റ്സിലും കുറേ മോശം എഫക്റ്റ് ഉണ്ട്. അതുപോലെ ആനിമൽ ലൈഫ്സിനെയും ഇത് ബാധിക്കും. സോ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എയറിനെ മോശമായിട്ട് ബാധിക്കും. എയറിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു കഴിയുമ്പം അത് ഹ്യൂമൻ ആണെങ്കിലും പ്ലാന്റ്സിനാണെങ്കിലും ആനിമൽ ലൈഫ്സിനെ ആണെങ്കിലും മോശമായിട്ട് ബാധിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എയർ പൊല്യൂട്ടൻസ് ആണ്. ഇനി നമ്മൾ പലതരം എയർ പൊല്യൂട്ടൻസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എയർ പൊല്യൂട്ടൻസിനെ നമുക്ക് 4 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എയർ പൊല്യൂട്ടൻസിനെ 4 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പാണ് ഗ്യാസസ് വിച്ച് ഫ്രീലി മിക്സസ് വിത്ത് എയർ. ചില ഗ്യാസസ് ഉണ്ട്, അത് എയറുമായിട്ട് ഫ്രീ ആയിട്ട് മിക്സ് ചെയ്യും അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യും. സോ ഗ്യാസസ് വിച്ച് ഫ്രീലി മിക്സസ് വിത്ത് എയർ. അങ്ങനെയുള്ള ഗ്യാസിൻ്റെ പ്രത്യേകത, ഇത് സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. സോ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പഠിക്കുന്നത് ഗ്യാസസ് വിച്ച് ഫ്രീലി മിക്സസ് വിത്ത് എയർ ദാറ്റ് വിൽ നോട്ട് സെറ്റിൽ ഡൗൺ. അത് സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 11 ഗ്യാസസ് പഠിക്കാനുണ്ട്. ഈ 11 ഗ്യാസസ് പഠിക്കുന്ന കൂടെ ഇതിൻ്റെ കോസസും അത് ഡിസ്ചാർജ് ചെയ്യുന്ന ആരാണെന്നും അതിൻ്റെ കാരണം ഉണ്ടാകുന്ന ഡാമേജും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ആദ്യത്തെ ഒരു 4 എണ്ണം നമുക്ക് പറഞ്ഞു പോകാം. സോ ഫസ്റ്റ് വൺ, സൾഫർ ഡയോക്സൈഡ്. ഈ സൾഫർ ഡയോക്സൈഡ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്? സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത് കോൾ അല്ലെങ്കിൽ ഡീസൽ കത്തിക്കുമ്പോഴാണ്. കോൾ അല്ലെങ്കിൽ ഡീസൽ കത്തിക്കുന്നത് എവിടെയാണ്? തെർമൽ പവർ പ്ലാന്റ്സിൽ. അപ്പം സൾഫർ ഡയോക്സൈഡിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ കോൾ അല്ലെങ്കിൽ ഡീസൽ കത്തിക്കുമ്പോഴാണ് സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. എസ്പെഷ്യലി തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നാണ് സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. അതുപോലെ സൾഫർ ഡയോക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് പെട്രോളിയം ഇൻഡസ്ട്രി, ഓയിൽ റിഫൈനറി, അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്ലാന്റ്സ്, സൾഫൈഡ് ഓർ റോസ്റ്റിംഗ് പ്ലാന്റ്സ്. ഇവിടെ നിന്നൊക്കെ സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം കോൾ അല്ലെങ്കിൽ ഡീസൽ കത്തിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ വരും. തെർമൽ പവർ പ്ലാന്റ്സ് വർക്ക് ചെയ്യും. തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നാണ് സൾഫർ ഡയോക്സൈഡ് മെയിനായിട്ട് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. പെട്രോളിയം ഇൻഡസ്ട്രി, ഓയിൽ റിഫൈനറി, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്ലാന്റ്സ്, സൾഫൈഡ് ഓർ റോസ്റ്റിംഗ് പ്ലാന്റ്സ്, ഇതൊക്കെ സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ട് വന്നാൽ മനുഷ്യനിൽ കാർഡിയാക് ഡിസീസസും റെസ്പിറേറ്ററി ഡിസീസസിനും കാരണമാകും. സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ട് വന്നാൽ മനുഷ്യനിൽ കാർഡിയാക് ഡിസീസും റെസ്പിറേറ്ററി ഡിസീസും ഉണ്ടാക്കും. അതുപോലെ സൾഫർ ഡയോക്സൈഡ് അഗ്രികൾച്ചറിന് ഡാമേജ് ഉണ്ടാക്കും, ഐ ഇറിറ്റേഷൻ ഉണ്ടാക്കും, ത്രോട്ട് ട്രബിൾസ് ഉണ്ടാക്കും, മെറ്റൽസിൽ കൊറോഷൻ ഉണ്ടാക്കും. ഇനി പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കും, ക്ലോറോഫിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാവും, മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യും, അതുപോലെ ഗ്രോത്ത് കുറയ്ക്കും. ഇതൊക്കെയാണ് സൾഫർ ഡയോക്സൈഡിൻ്റെ ബാഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്യാസ് നമുക്ക് പഠിക്കാനുള്ളത് സൾഫർ ട്രയോക്സൈഡ് ആണ്. സൺലൈറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ സൾഫർ ഡയോക്സൈഡിൻ്റെ ഓക്സിഡേഷൻ നടന്നിട്ടാണ് സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യുന്നത്. സോ സൾഫർ ഡയോക്സൈഡിൻ്റെ ഓക്സിഡേഷൻ നടന്നാണ് സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യുന്നത്. ഈ സൾഫർ ട്രയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ ബ്രീത്തിങ് ഡിസ്കംഫോർട്ട് ഉണ്ടാവും, സിവിയർ ആയിട്ടുള്ള ബ്രീത്തിങ് ഡിസ്കംഫോർട്ട് ഉണ്ടാവും. സൾഫർ ട്രയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ വന്നാൽ സിവിയർ ആയിട്ടുള്ള ബ്രീത്തിങ് ഡിസ്കംഫോർട്ട് ഉണ്ടാക്കും. അതുപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് ഇറിറ്റേഷൻ ഉണ്ടാവും. റെസ്പിറേറ്ററി ട്രാക്റ്റിന് ഇറിറ്റേഷനും ഉണ്ടാകാൻ കാരണമാകും സൾഫർ ട്രയോക്സൈഡ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്.
ഹൈഡ്രജൻ സൾഫൈഡ് എവിടെ നിന്നാണ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? ഒന്നെങ്കിൽ സീവേജ് വേസ്റ്റിൻ്റെ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷൻ. സോ സീവേജ് വേസ്റ്റോ ഓർഗാനിക് മാറ്ററോ ഡീകമ്പോസ് ചെയ്യുമ്പം ഹൈഡ്രജൻ സൾഫൈഡ് അറ്റ്മോസ്ഫിയറിലെത്തും. അതുപോലെ പല ഇൻഡസ്ട്രീസിൽ നിന്നും ഹൈഡ്രജൻ സൾഫൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. സോ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് സീവേജ് വേസ്റ്റ് ആൻഡ് ഓർഗാനിക് മാറ്റർ ആണ്. അതുപോലെ പല ഇൻഡസ്ട്രീസിൽ നിന്നും ഹൈഡ്രജൻ സൾഫൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. ഈ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത് ശരിക്കും കാർബൺ മോണോക്സൈഡിനെക്കാളും പോയിസണസ് ആണ്. ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ മോണോക്സൈഡിനേക്കാളും പോയിസണസ് ആണ്. അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് ആണ് ലെഡുള്ള പെയിൻ്റൊക്കെ ബ്ലാക്ക് കളറിലേക്കാവും, ബ്ലാക്കൻ ചെയ്യും. അതുപോലെ മെറ്റൽസിന് കൊറോഷൻ ഉണ്ടാക്കും. ഹൈഡ്രജൻ സൾഫൈഡ് മെറ്റൽസിന് കൊറോഷൻ ഉണ്ടാക്കും, ലെഡ് പെയിൻസിനെ ബ്ലാക്കൻ ചെയ്യും. അതുപോലെ ഹെൽത്ത് എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോയിസണസ് ദാൻ കാർബൺ മോണോക്സൈഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നൈട്രജൻ ഓക്സൈഡ്സ് ആണ്. അപ്പോൾ നാലാമത്തെ ഗ്രൂപ്പ് പറയുന്നത് നൈട്രജൻ ഓക്സൈഡ്സ് ആണ്. നൈട്രജൻ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് കോളും ഡീസലും പെട്രോളും പോലെയുള്ള ഫ്യൂവൽസിൻ്റെ കമ്പസ്റ്റനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാകുന്നത് കോളും ഡീസലും പെട്രോളും പോലെയുള്ള ഫ്യൂവൽസിൻ്റെ കമ്പസ്റ്റൻ നടക്കുമ്പോഴാണ് നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാകുന്നത്. അതുപോലെ ആസിഡ് മാനുഫാക്ചറിങ്ങും എക്സ്പ്ലോസീവ് ഇൻഡസ്ട്രി, ഈ രണ്ട് ഇൻഡസ്ട്രിയുമാണ് നൈട്രജൻ ഓക്സൈഡ്സ് വെളിയിടുന്നത്. അപ്പം കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്, ആസിഡ് മാനുഫാക്ചറിങ്, അതുപോലെ എക്സ്പ്ലോസീവ് ഇൻഡസ്ട്രി, ഈ മൂന്നിടത്തു നിന്നാണ് നൈട്രജൻ ഓക്സൈഡ്സ് മെയിനായിട്ടും അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. ഇതിൽ NO2 എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഇൽനെസ് ഉണ്ടാക്കും. NO2 റെസ്പിറേറ്ററി ഇൽനെസ് ഉണ്ടാക്കും. അതുപോലെ അത് അൺപ്ലസൻറ്റ് ഇൻ ഓർഡർ ആണ്. അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് അൺപ്ലസൻ്റ് ആണ്. ഈ കണ്ണിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുപോലെ ലങ്സിൽ കൺജഷൻ ഉണ്ടാക്കും. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, അതായത് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പല ഇൻഡസ്ട്രീസിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് അസിഡിക് ഓക്സൈഡ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിലേക്ക് പല ഇൻഡസ്ട്രീസിൽ നിന്നും അസിഡിക് ഓക്സൈഡ്സ് റിലീസ് ചെയ്യും. ഏതൊക്കെ ഈ അസിഡിക് ഓക്സൈഡ്സ്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇതൊക്കെയാണ് അസിഡിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ആസിഡ് റെയിന് കാരണമാവുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഓർത്തിരിക്കുക, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇതൊക്കെയാണ് ആസിഡ് റെയിന് കാരണമാവുന്ന ഗ്യാസസ്. ഈ അസിഡിക് ഓക്സൈഡ്സ് അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറിലേക്ക് ഡിസോൾവ് ചെയ്യും. ഈ അസിഡിക് ഓക്സൈഡ്സ് അറ്റ്മോസ്ഫിയറിൽ വരുമ്പം അറ്റ്മോസ്ഫിയറിൽ ആരുണ്ട്? മോയ്സ്ചർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറിലേക്ക് ഡിസോൾവ് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ്സ് ഉണ്ടാവും. ഇത് സ്ലോലി താഴേക്ക് വരുന്നതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. സോ അസിഡിക് ഓക്സൈഡ്സ് ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്സ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇതൊക്കെ പല ഇൻഡസ്ട്രീസിൽ നിന്നും അറ്റ്മോസ്ഫിയറിൽ വരുന്നു. അറ്റ്മോസ്ഫിയറിൽ വരുന്ന അസിഡിക് ഓക്സൈഡ്സ് മോയ്സ്ചറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് ഇത് കറസ്പോണ്ടിങ് ആസിഡായിട്ട് മാറുന്നു. സ്ലോലി ഈ ആസിഡ്സ് താഴേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. ഈ ആസിഡ് റെയിനിൻ്റെ ഹാംഫുൾ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആസിഡ് റെയിൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൻ വാട്ടറിൻ്റെ അസിഡിറ്റി കൂടും. റെയിൻ വാട്ടറിൻ്റെ അസിഡിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ pH കുറയും. സോ ആസിഡ് റെയിൻ കാരണം റെയിൻ വാട്ടറിൻ്റെ അസിഡിറ്റി കൂടും, അതിൻ്റെ pH കുറയും. ഇങ്ങനെ ആസിഡ് റെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ലൈഫ്, അതായത് കുളത്തിലെയൊക്കെ ജീവികൾ, ഫ്രഷ് വാട്ടർ ലൈഫിനെ അത് ഡാമേജ് ചെയ്യും. അതുപോലെ അറ്റ്മോസ്ഫിയറിൽ മിസ്റ്റ് ഫോം ചെയ്യും. ഈ മിസ്റ്റ് കാരണം പ്ലാന്റ്സിൻ്റെ ലീവ്സിലൊക്കെ ഡാമേജ് ഉണ്ടാകും. പലതരം ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിസം ചേഞ്ച് ആവും, മെറ്റബോളിസം റേറ്റ് ചേഞ്ച് ആവും. അതുപോലെ ഓർഗാനിസത്തിന് ഐസിൽ ഇറിറ്റേഷൻ ഉണ്ടാവും, മ്യൂക്കസ് മെമ്പറൈന് ഇറിറ്റേഷൻ ഉണ്ടാവും. നമ്മുടെ മൂക്കിൽ കൂടി ഇത് ചെല്ലുമ്പോൾ മ്യൂക്കസ് മെമ്പറൈന് ഇറിറ്റേഷൻ ഉണ്ടാവും, ഐസിന് ഇറിറ്റേഷൻ ഉണ്ടാവും. മെറ്റൽസ്, എക്സ്പോസ്ഡ് ആവുന്ന മെറ്റൽസിൻ്റെ കൊറോഷൻ റേറ്റ് കൂടും, കൊറോഷൻ ആക്സിലറേറ്റ് ചെയ്യും. ബിൽഡിങ്സിനും റോക്സിനും ഒക്കെ ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഓർഗാനിസംസിനാണ് ഇത് ഡാമേജ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ആസിഡ് റെയിനിൻ്റെ ഹാംഫുൾ എഫക്റ്റ്. എയർ പൊല്യൂഷൻ്റെ ബാക്കി ഫാക്ടേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്